Hey guys, welcome to my channel with another video. I'm back again. ചെമ്മീൻ റോസ്റ്റ് ആണ്. ഓക്കെ, വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കി തീർക്കാം. കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടുക. പച്ചമുളക് 2 കറിവേപ്പില 2 ഒരു വലിയ സവാള, വലിയ ഉള്ളി സോട്ടേ ചെയ്യുക. വെളിച്ചെണ്ണയാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നല്ലോണം ബ്രൗൺ ആയിക്കോട്ടെ, ടേസ്റ്റ് കൂടും ബ്രൗൺ ആവും തോറും. പെട്ടെന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചാണേ, സിമ്പിളാണ്. സിമ്പിൾ പൊടികളും. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ അതാ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ ഒരു 1/2 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി. പൊടികളിൽ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല. നല്ല യമ്മി നാടൻ റോസ്റ്റാട്ടോ, നാണയമുണ്ട്. ഇതിങ്ങനെ വഴറ്റി ആ പൊടികളുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കുക. കണ്ടോ, ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഊറ്റിച്ച് കൊടുത്തിട്ടുണ്ടേ. ഒന്ന് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അത്ര ആവശ്യമില്ല. നല്ലോണം വഴറ്റുക. പിന്നെ നമുക്ക് വേണ്ട 2 തക്കാളിയാണ്. സൈസ് നോക്കിക്കോ, ഈ സൈസ്, പിന്നെ ഈ സൈസ്, ഒന്ന് വലുത് ഒന്ന് ചെറുത്. നല്ലോണം വഴറ്റി കടുകറ 1/2 കിലോ ചെമ്മീനാണേ. തക്കാളി ഇടാൻ പോകാൻ അടുത്തത്. റഫ്ലി ചോപ്ഡ് തക്കാളി ഇടുക, അത് സോട്ടേ ചെയ്യുക. നല്ലോണം സോഫ്റ്റായിട്ട് അതിങ്ങനെ മസാലയിൽ അങ്ങോട്ട് കുഴഞ്ഞ് വഴണ്ട് വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഞാൻ ചെമ്മീൻ നന്നാക്കാൻ പോവാണ്. പക്ഷേ ചെമ്മീനൊരു സംഭവം ഉണ്ട് ഗൈസ്. യെസ്, അപ്പിടാത്ത ചെമ്മീനാണിത്. അപ്പിയേ ഇല്ല. അപ്പി തന്നെയല്ലേ, കാരണം എന്നോട് ആരും അപ്പിയെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചത് സ്പൈനൽ കോഡാണെന്നാണ്. ഇത് ഞാനാണ് സ്ലിറ്റ് ചെയ്തത്. ക്ലീൻ ചെമ്മീൻ, വിച്ച് മീൻസ് ഐ ഡോണ്ട് നോ ചെമ്മീനാണോന്ന്. അത് ഞാൻ ഈ മസാലയിലേക്ക് ഇട്ടിട്ടോ. നമ്മൾ തക്കാളി കണ്ടില്ല, ഇങ്ങനെ കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിക്കുന്നത്. ഓക്കെ, നല്ല മസാല ചെമ്മീനിട്ട് അതിങ്ങനെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി ഇളക്കി കൊടുക്കുക, മൂടി വെച്ചിട്ട് വേവിക്കുക. ചെമ്മീനിന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ചെമ്മീൻ റോസ്റ്റ് റെഡിയാണ്. ഈ ചെമ്മീൻ ലാബിലുണ്ടായ ചെമ്മീനൊന്നും ആർക്കറിയാം. മൂടി വെച്ച് വേവിക്കുകയാണ്. തുറന്നു, കണ്ട വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ ഓഫാക്കും ഞാൻ. മൈ ചെമ്മീൻ റോസ്റ്റ് ഇസ് റെഡി ഗൈസ്. ഇതിലിനി ചെറിയൊരു സട്ടിൽ ഫ്ലേവർ ഡിഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇടാം. ഈ മസാല ഉണ്ടാക്കുന്ന ടൈമില്ലേ, പൊടി ഇടുന്ന സമയത്ത് കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ടാൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടും. എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ബോറടിക്കുമല്ലോ ഫ്ലേവേഴ്സ്. അത്രയേ ഉള്ളൂ ചെമ്മീൻ റോസ്റ്റ് റെഡിയാണ്. കുറച്ചും കൂടെ കരിവേപ്പില ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ഇത്തിരി വെളിച്ചെണ്ണ കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കേനു. ചെമ്മീൻ റോസ്റ്റ് ഇസ് റെഡി. പിന്നെ എന്താ, ചെമ്മീൻ ആർക്കറിയാം, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ പക്ഷേ നല്ല ഹാർഡ് ആയിരുന്നു. ആർക്കറിയാം നല്ല ചെമ്മീനാണോ വളർത്തുന്നതാണോ, എന്താ ഒരു ഐഡിയ ഇല്ല ഗൈസ്. ചെമ്മീൻ റോസ്റ്റ് റെഡി.